2024 എന്നുള്ള വർഷം തുടങ്ങിയതും അവസാനിച്ചതും അറിഞ്ഞില്ല. കണ്ണടച്ച് തീരും മുമ്പേ ദേ ഡിസംബറുമായി. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്കങ്ങനെ ശരിക്കും ഫീലായത് ഈ കഴിഞ്ഞ വർഷം എടുത്ത് കെട്ടിപ്പൂട്ടി വെച്ച ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ബെഡിൻ്റെ അടിയിൽ നിന്ന് എടുക്കാൻ നിന്നപ്പോഴാണ് കേട്ടോ. അപ്പോൾ അമ്മു എന്നോട് പറയായിരുന്നു, "അമ്മ ഇന്നാള് നമ്മളിതെല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് കേറ്റിയ പോലെ തോന്നണല്ലേ" എന്ന്. ശരിയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നങ്ങ് കടന്നുപോയി 2024. പയ്യെ നമ്മൾ ഡെക്കറേഷനുള്ള സാധനങ്ങളെല്ലാം പുറത്തിറക്കി. നമ്മുടേതൊരു കുട്ടി ബാൽക്കണിയാണ്. അപ്പോൾ ബാൽക്കണിയുടെ ആ ഒരു ചെറിയ മിനിമൽ ലെവലിലാണ് നമ്മൾ ഡെക്കറേഷൻസ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ കവറിൽ കെട്ടി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം പുറത്തെടുത്തു. സ്റ്റാർ ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞി കുഞ്ഞി ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്, നമ്മുടെ ക്രിബുണ്ട്, പിന്നെ ചെറിയ ഈ പച്ച കളറിലിങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന പോലത്തെ ഇതില്ലേ, അത് വെച്ചിട്ട് നമുക്കൊരു ക്രിസ്മസ് ട്രീ സെറ്റാക്കാം കേട്ടോ. അതുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം. പിന്നെ പയ്യെ നമ്മുടെ നമ്മുടെ ഒരു കുട്ടി ക്രിസ്മസ് ട്രീ ആണ്, കണ്ടില്ലേ? ചെറുതാണത്. അതെല്ലാം നമ്മളിങ്ങനെ വിടർത്തി വിടർത്തി എടുത്തു. അത് കഴിഞ്ഞ് ക്രിബ് എടുത്തു. ക്രിബ് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്ക്രിബാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മേടിച്ചത് ബ്രോഡ്വേയിൽ നിന്നാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സിന് മേളിലായി ഞാൻ വാങ്ങിയിട്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. നമ്മൾ സാധനങ്ങൾ എങ്ങനെ എടുത്തു വെക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കൂടാണ്ട് നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ക്രിബൊക്കെ സ്ക്രൂ ചെയ്ത് എല്ലാം സെറ്റാക്കി അവിടെ വെച്ചു. അപ്പോഴേക്കും അമ്മു പറഞ്ഞു, എന്നാൽ പിന്നെ ക്രിസ്മസ് ട്രീ അങ്ങ് ഡെക്കറേറ്റ് ചെയ്താലോ എന്ന്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര കുഞ്ഞി ക്രിസ്മസ് ട്രീ അല്ലേ. അപ്പോൾ വേഗം വേഗം നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മൾ വിചാരിച്ചതായിരുന്നു ഈ വർഷം കുറച്ചും കൂടെ വലിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങണം, എന്നിട്ട് വീട്ടിലെ ഹാളിൽ നമുക്കത് സെറ്റ് ചെയ്യണം, കുറച്ചധികം ഡെക്കറേഷൻസ് ചെയ്യണം, എന്നിട്ട് വീട് മൊത്തം ഒരു ക്രിസ്മസി വൈബ് ആക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്. പക്ഷേ ഈ വർഷവും നമുക്കിത് മിനിമൽ രീതിയിൽ ചെയ്യേണ്ടി വന്നതിന് ഒരു കാര്യമുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് ഇനി വരും വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത്തവണയും നമ്മൾ ഭയങ്കര മിനിമലായിട്ട് നമ്മുടെ കയ്യിലുള്ള സംഗതികൾ വെച്ചിട്ടാണ് സെറ്റാക്കിയത്. അത് കഴിഞ്ഞ് ഈ ക്രിബിൻ്റെ അകത്ത് വെക്കാനുള്ളതെല്ലാം ഉണ്ണീശോയും മാതാവിൻ്റെ രൂപവും എല്ലാം നമ്മൾ ഒരു തുണി പൊതിഞ്ഞാണ് വെച്ചിരുന്നത്. അതെല്ലാം പയ്യെ പുറത്തേക്ക് എടുത്ത് അതങ്ങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ ക്രിബിൻ്റെ ആ മേൽക്കൂര മാറ്റി മാലാഖേനെ അവിടെ സെറ്റ് ചെയ്തു. അതിലൊരു ചെറിയ ത്രെഡ് പോലെയുണ്ട്. അപ്പോൾ ആ ത്രെഡ് വെച്ചിട്ട് നമുക്ക് മാലാഖേനെ അവിടെ തൂക്കിയിടാൻ പറ്റും. അങ്ങനെ അതെല്ലാം വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആട്ടിടയന്മാരും ആടും എല്ലാം വെച്ചു. അത് കഴിഞ്ഞ് ഈ ഒരു ലൈറ്റ് ഞാൻ ഇത്തവണ പുതിയതായിട്ട് വാങ്ങിയ ഒരു ലൈറ്റാണ് കേട്ടോ. എനിക്കിതിവിടെ ബ്രോഡ്വേയിൽ പോയപ്പോൾ അതിങ്ങനെ ആ കടയിൽ തൂങ്ങിക്കിടക്കണ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് വെറുതെ ഇങ്ങനെ തൂക്കിയിടുന്ന പോലത്തെ എന്തോ സാധനമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ബിക്കോസ് അതിൽ കണ്ടില്ല, അതിന് ആസച്ച് ഒരു ലൈറ്റ് പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പം അതിലൊരു ചെറിയ ഒരു കുഞ്ഞി ബൾബ് പോലെ ഉണ്ടെന്നുള്ളത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിലൊരു ലൈറ്റും ഉണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു ലൈറ്റ് മേടിച്ചു. ഇതെനിക്ക് തോന്നുന്നു ഒരു 250 രൂപ എങ്ങാണ്ടാണ് ആയത്. ഞാൻ ബ്രോഡ്വേ പോയൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരു കടയിൽ ഈ ലൈറ്റ് തൂങ്ങിക്കിടക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്റ്റാർ, ഇങ്ങനത്തെ 2 സ്റ്റാറാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ 2 കൊല്ലത്തിന് മേളിലായി. ഒരു പിങ്ക് സ്റ്റാറും ഉണ്ട്, ഒരു വൈറ്റ് സ്റ്റാറും ഉണ്ട്. അപ്പോൾ പിന്നെ സ്റ്റാറെല്ലാം ഒരു ചരടി കെട്ടി നമ്മുടെ ബാൽക്കണിയിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം ഈ ലൈറ്റ്സ് എല്ലാം കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലൊരു കണക്ടറും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എത്ര നീട്ടം വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയിൽ അമ്മ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. അതും ഒരു കുഞ്ഞു കുഞ്ഞി സ്റ്റാർ തൂക്കിയിടാൻ പറ്റിയത് നമ്മൾ വാങ്ങിയതാണ്. പിന്നെ ഒരു പല പല കളറിൻ്റെ ഒരു ബൾബ് എടുത്തിട്ട് നമ്മുടെ ക്രിബും പിന്നെ ട്രീയും എല്ലാം ഡെക്കറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്തത്. ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു കുഞ്ഞി ക്രിസ്മസ് ട്രീ ആണല്ലോ. അപ്പോൾ ഒരു ചെറിയ ക്രിസ്മസ് ട്രീ നമ്മുടെ ബാൽക്കണി ഡോറിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അതിനൊരു വൈറ്റ് നെറ്റിൻ്റെ ക്ലോത്താണ് നമ്മൾ എടുത്തേക്കണേ. എന്നിട്ട് അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ബാൽക്കണിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ മുകളിൽ ഞാനൊരു ഹുക്കിലാണ് ആ ഒരു തുണി ഹുക്ക് ചെയ്ത് വെച്ചേക്കണത്. എന്നിട്ട് ആ പച്ച കളറിൽ തൂങ്ങിക്കിടക്കുന്ന
ഇത് മേടിക്കാൻ കിട്ടില്ലേ നമുക്ക്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് 50 രൂപ 100 രൂപ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു വിൽക്കുന്നുണ്ടായിരുന്നത് അവർ. അപ്പോൾ അത് മേടിച്ച് അറ്റാച്ച് ചെയ്ത് നമുക്ക് വേണ്ട നീളത്തിലേക്ക് ആക്കിയെടുത്തു. അതിന് ശേഷം അതിങ്ങനെ ട്രീയുടെ രൂപത്തിൽ ഇങ്ങനെ പയ്യെ സെറ്റ് ചെയ്തു. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തത് ഇതാണ്, സേഫ്റ്റി പിൻ വെച്ചിട്ട് ആ തുണിയിലേക്ക് അതിനെ പിൻ ചെയ്ത് വെക്കുക ചെയ്തത്. അപ്പം നമ്മൾ വെക്കുന്ന സെല്ലോ ടേപ്പ് നല്ല ക്ലീനായിട്ട് വെക്കണം. അപ്പം സെല്ലോ ടേപ്പ് നല്ലോണം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതവിടെ ഒരു കുഴപ്പമില്ലാണ്ട് അനങ്ങാണ്ടിരുന്നോളും. അങ്ങനെ ദേ ഈ കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു ഷേപ്പിൽ ക്രിസ് ക്രോസ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ട്രീ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ശേഷം അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ ഗോൾഡൻ ബോൾസ്. അതെല്ലാം അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അത് ഞാൻ വെറുതെയാണ് കേട്ടോ അറ്റാച്ച് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ്റ്റി പിൻ ഉപയോഗിക്കാം. അതിൻ്റെ ഇടയിൽ എൻ്റെ ജിമ്മിൻ്റെ ട്രെയിനർ വിളിച്ചതാണ് കേട്ടോ, എന്താ വരുന്നില്ലേ എന്നും ചോദിച്ചിട്ട്. കാരണം ഞാനിന്ന് പോകുന്ന സമയത്തിനേലും ലേറ്റ് ആയായിരുന്നു ഇതെല്ലാം ചെയ്യാൻ നിന്നുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വരും, ഇതങ്ങ് തീർത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അത് പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ദേ ഈ ഒരു വോം ലൈറ്റ് എടുത്തത്. ഇത് നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞപ്പം നമ്മുടെ പൂജാ റൂമിൻ്റെ അവിടെ വെക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അമ്മൂസിനോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവളെല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങ് എടുത്തിട്ട് വന്നു. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അവളെ, നീ അതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തില്ലേ എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു കുട്ടി സ്റ്റാർ നിലത്തോട്ട് വീണു. പിന്നെ അവളെ വിട്ടു. അവളാണല്ലോ എൻ്റെ എല്ലാത്തിൻ്റെയും വലങ്കൈ. അവൾ ഓടിപ്പോയി ആ സ്റ്റാർ എടുത്തിട്ട് വന്നു. ആൻഡ് ദേ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കേട്ടോ. എല്ലാം ചെയ്തു വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. ഒരു ക്യൂട്ട് ഡെക്കറേഷൻ പോലെ തോന്നി ഞങ്ങൾക്ക്. ഞങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണേ. ദേ അങ്ങനെ ഇരിക്കും നമ്മൾ ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത ചെറിയൊരു ക്രിസ്മസ് ട്രീ. ആ ഐഡിയ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ബാൽക്കണി ഉണ്ടെങ്കിൽ ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ നിങ്ങളുടേതായ ഐഡിയ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി ഡെക്കറേഷൻ. അതിൻ്റെ പല ആംഗിളുകളിൽ വീഡിയോ എടുത്ത് അതിങ്ങനെ അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീട്ടിലൊരു കുഞ്ഞി പെറ്റുണ്ട്, ഒരു ഹാംസ്റ്റർ. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ ഞങ്ങൾ കുറേ നേരം ബാൽക്കണിയിൽ ഇരുന്ന് ഞങ്ങളുടെ ഹാംസ്റ്റർ കുട്ടൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ നമ്മളിരുന്ന് കളിച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ജിമ്മിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ. ഞാൻ ഡെക്കറേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ജിമ്മിൽ പോയി വന്ന് അതിന് ശേഷമാണ് ലൈറ്റൊക്കെ ഓണാക്കി കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ച് ചിരിച്ചൊക്കെ അവിടെ ഇരുന്നത്. കാരണം ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത സെറ്റ് ഓഫ് ഡെക്കറേഷൻ ചെയ്യണതിന് മുമ്പേ ഒരു റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ അടുത്ത പരിപാടിക്ക് വന്നേക്കാണ്. നമ്മുടെ മെയിൻ ഡോറും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ ഒരു റെഡ് കളർ തുണി ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതായിരുന്നു. ഒരിക്കൽ പിൻട്രസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം അതിലിങ്ങനെ ഒരു റെഫറൻസ് കണ്ടായിരുന്നു മെയിൻ ഡോറ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അന്നേ ഞാൻ അമ്മൂസിനോട് പറഞ്ഞു, അമ്മു നെക്സ്റ്റ് ക്രിസ്മസിന് നമുക്ക് നമ്മുടെ മെയിൻ ഡോർ ഇങ്ങനെ സെറ്റാക്കാം കേട്ടോ എന്ന്. അങ്ങനെ കുറച്ചധികം തുണി റെഡ് നെറ്റിൻ്റെ തുണി നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയായിരുന്നു. എന്നിട്ട് ദേ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അതായത് ഡോറിൻ്റെ അപ്പുറവും ഇപ്പുറവും ശരിക്കും കുരിശ് പോലെ നമ്മൾ അതിനെ സെറ്റ് ചെയ്തെടുക്കണം. ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ലായിരുന്നു കേട്ടോ. ശരിക്കും നല്ല ടാസ്ക് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നേ, എനിക്ക് മതിയായിപ്പോയി. ഇവിടെ നിന്ന് പിടിക്കുമ്പോൾ അവിടെ പോവും, അവിടെ നിന്ന് പിടിക്കുമ്പോൾ ഇവിടെ പോവും. ഞാൻ എന്നിട്ട് അമ്മൂസിനോട് പറയാം, അമ്മു എന്തെങ്കിലും ചെയ്ത് ഇതൊന്ന് ശരിയാക്കി താ, എൻ്റെ പൊന്നേ എനിക്ക് മതിയായിന്ന്. അപ്പം ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പോയി. പിന്നെ ഒരു കണക്കിന് നമ്മൾ അതെല്ലാം കൂടെ അങ്ങ് സെറ്റ് ചെയ്തെടുത്തു, മുകളിൽ നിന്ന് താഴത്തേക്ക്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ സൈഡ് ടു സൈഡും കൂടെ ചെയ്ത് ഏറ്റവും ബാക്കിലാണ് കേട്ടോ ഞാൻ അതിൻ്റെ കെട്ടിട്ട് കൊടുത്തത്. അപ്പം ഫ്രണ്ടിലേക്ക് അത്ര വൃത്തികേട് ഉണ്ടാവില്ലല്ലോ. അതിന് ശേഷം ഒരു ചെറിയ ക്ലോത്ത് എടുത്തു. എന്നിട്ട് നമ്മുടെ ഷൂ ലേസ് കെട്ടണ പോലെ ഒരു കൂടെ സെറ്റാക്കി. എന്നിട്ട് ആ ബോയിൽ ഒരു ചെറിയ റീത്തും കൂടെ വെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഐഡിയ. ഈ ബോവും കൂടെ സെറ്റാക്കി വന്നപ്പോഴേക്കും എൻ്റെ ദൈവമേ, എൻ്റെ കൈ ഒടിഞ്ഞു പോയി. എനിക്ക് പറ്റില്ല എന്നായിപ്പോയി. പിന്നെ അപ്പോഴും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം അതെങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണം എന്നും പറഞ്ഞ് നമ്മളതൊക്കെ ചെയ്ത് തീർത്തു. അത് കഴിഞ്ഞ് ആ ബോയിനെ നമ്മൾ ചെറിയൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട്
അപ്പുറവും ഇപ്പുറവും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. വേണ്ട ഷേപ്പിലാക്കിയിട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ആ റീത്തൊക്കെ വെച്ച് നോക്കുമായിരുന്നു. അമ്മു ഇങ്ങനെ വെച്ചാൽ മതിയോ എന്നൊക്കെ ഞാൻ അവളോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ അവളുടെ അഭിപ്രായമൊക്കെ മാനിച്ച് നമ്മൾ നമ്മുടെ റീത്തും കൂടെ വെച്ചു. ആൻഡ് ദിസ് വാസ് ആർ ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എവിടം വരെയായി നിങ്ങളുടെ ക്രിസ്മസൊക്കെ? നിങ്ങൾ നിങ്ങളുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തോ? അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു കുട്ടി സന്തോഷം. അപ്പോഴേക്കും അമ്മൂസിനെ എടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, അവളെയും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നിലത്ത് വീഴാറായി. അങ്ങനെ അവളെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. സോ ഇതായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഞങ്ങളുടെ വക മെരി ക്രിസ്മസ്.